IPL 2026 ഉദ്ഘാടന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പഞ്ഞിക്കിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 201 റൺസിന് ഒതുക്കി. അവരുടെ ഏക പ്രതീക്ഷയായിരുന്ന അവർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, അവർ വലിയ പ്രതീക്ഷ കൊടുത്തിരുന്ന അവർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടിനെ ജേക്കബ് ഡഫി ഒതുക്കി. ട്രാവിസ് ഹെഡിന് 11 റൺസും അഭിഷേക് ശർമ്മയ്ക്ക് 7 റൺസും എടുത്ത് മടങ്ങേണ്ടി വന്നു. പിന്നീട് ഇഷാൻ കിഷൻ വളരെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. അദ്ദേഹം 80 റൺസ് എടുത്ത് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെ കാഴ്ചവെച്ചു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി വന്ന് 100 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, പരാജയമായിപ്പോയി. ക്ലാസൻ കുറച്ച് സമയം പിടിച്ച് നിൽക്കാൻ നോക്കി, 31 റൺസ് ക്ലാസിന് എടുക്കാൻ കഴിഞ്ഞു. പിന്നെ അനികേത് ശർമ്മ വന്നിട്ട് വളരെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഫോമായി മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അനികേത് ശർമ്മ പുറത്തായിപ്പോയി, 43 റൺസ് എടുത്ത്. അങ്ങനെ എല്ലാവരും കൂടെ 201 റൺസാണ് 20 ഓവറിൽ എടുക്കാൻ കഴിഞ്ഞത്. ജേക്കബ് ഡഫി വളരെ മികച്ച ബോളിംഗ് ആയിരുന്നു. 4 ഓവർ 22 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് നേടാൻ കഴിഞ്ഞു. ഷെപ്പേർഡും 3 വിക്കറ്റ് എടുത്ത്. റൊമാരി ഷെപ്പേർഡ് 4 ഓവർ പക്ഷേ 54 റൺസ് ഷെപ്പേർഡിന് വഴങ്ങി കൊടുത്തതിന് ശേഷമാണ് 3 വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫിൽ സോൾട്ട് ആദ്യ ഒരു ബൗണ്ടറിയൊക്കെ നേടിയെങ്കിലും 8 റൺസ് എടുത്ത് പുറത്താകേണ്ടി വന്നു. പിന്നെ കോഹ്ലി പുറത്താക്കാതെ 69 റൺസ്. പടിക്കൽ വളരെ മിന്നുന്ന ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഈസി ആയിട്ട് അടിച്ചു വിടുമായിരുന്നു. പടിക്കൽ 61 റൺസ് നേടാൻ കഴിഞ്ഞു. പാട്ടിഡാർ വന്നിട്ട് വളരെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അനായാസം RCB ജയിക്കുന്ന ഒരു കളിയായിട്ട് നിലമാറി. 15-4 ഓവർ RCB വിജയിച്ചു. ഹൈദരാബാദിൻ്റെ ബൗളിംഗ് വളരെ പരിതാപകരമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ആരുമില്ലായിരുന്നു ബൗളിങ്ങിന്. ആകെയുള്ളത് ഡേവിഡ് പൈനായിരുന്നു. പൈന് 3 ഓവർ 35 റൺസിന് 2 വിക്കറ്റ് നേടിയതായിരുന്നു അവരുടെ മികച്ച പെർഫോമൻസ് ബൗളിംഗ് സൈഡിൽ നോക്കിയാൽ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ബാറ്റിങ്ങിനേക്കാളും ഹൈദരാബാദിൻ്റെ ബൗളിങ്ങിൻ്റെ പിഴവ് ഈസിയായിട്ട് ബാംഗ്ലൂരിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ബാംഗ്ലൂരിൻ്റെ ബാറ്റിങ്ങും വളരെ മികച്ച തന്നെയായിരുന്നു. എല്ലാവരും മികച്ച ഫോമിൽ കളിക്കുന്നു. ഇനി തുടർന്നും ഇതേ ഫോമിൽ തന്നെ ബാംഗ്ലൂർ തുടരട്ടെ. ഹൈദരാബാദ് ഒരു ചേഞ്ച് ഉണ്ടാക്കി വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.